അപ്പോൾ സാധാരണക്കാരുടെ വാഹനം ഇരുചക്ര വാഹനം ബൈക്കാണ്. അത്തരത്തിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടന്നു പോകുമ്പോൾ ഇടവഴികളിലൂടെ പോകുമ്പോൾ എല്ലാവരും വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജനപ്രതി ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അയാളോട് ഒന്ന് സംസാരിച്ചാൽ അവർക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടും. അവർക്ക് മുഴുവൻ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ അവർക്കൊരു ആശ്വാസം കിട്ടാൻ എൻ്റെ സാന്നിധ്യം ഉപകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്കൊരു വലിയ സന്തോഷം തരുന്ന ഒരു സംഗതിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേമമാകട്ടെ, വട്ടിയൂർക്കാവട്ടെ, കഴക്കൂട്ടമാകട്ടെ, അവിടെ പോലെ ത്രികോണ മത്സരം ശക്തമായി നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കാട്ടാക്കട മണ്ഡലം. കാട്ടാക്കട മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MR ബൈജുവാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, നല്ല ചൂടാണ്, പ്രചരണത്തിന് തടസ്സമാകുന്നുണ്ടോ? ഒരു തടസ്സമില്ല. ജനങ്ങളുടെ മനസ്സിലെല്ലാം ഒരു കുളിർമ മാറ്റുന്നുണ്ട്. കാരണം ഈ ഭരണം മാറിയിട്ട് പുതിയ ഭരണം വരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ ചൂടിയ പ്രശ്നമല്ല, എല്ലാവരുടെ മനസ്സിലും ഒരു സ്നേഹത്തിൻ്റെതായിട്ടുള്ള നൈർമല്യം വീശി നിൽക്കുന്ന ഒരു സമയമാണ്. ചൂടിന് നമുക്ക് ഒരു പ്രശ്നമില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഇനി ഒരു 12 ദിവസമാണ് മുന്നോട്ടുള്ളത്. അപ്പോൾ ഈ ദിവസം ഒന്നും പറയാൻ പറ്റത്തില്ല, ഇനി മണിക്കൂറുകളേ ഉള്ളൂ. പക്ഷേ നമ്മൾ പാർട്ടി പ്രവർത്തകരെല്ലാം വളരെ ഉഷാറായിട്ട്, പ്രത്യേകിച്ച് ഒരു വലിയ മാറ്റം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ MLAയും ഇടതുപക്ഷ ഭരണ സംവിധാനത്തിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ സമയം ഓടിപ്പോയാലും തീർച്ചയായിട്ടും അടുത്ത സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധി UDFൻ്റേതായിരിക്കും എന്നുള്ള കാര്യം തർക്കമല്ല. UDFൻ്റെ ഭരണം സംസ്ഥാനത്തുണ്ടാകുമ്പോൾ UDFൻ്റെ MLA ആ സംവിധാനത്തിനകത്തുണ്ടാകും. കാട്ടാക്കടയുടെ മനസ്സ് MR ബൈജുവിനൊപ്പമാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സുകൾ എനിക്കറിയില്ല, ആ പൾസ് എനിക്കറിയാമല്ലോ, ആ പൾസ് അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാട്ടാക്കടയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന പദ്ധതികളൊന്നും അല്ല വേണ്ടത്, അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ആൾ അങ്ങനെയാണല്ലോ. തീർച്ചയായും അത് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തെ പോലീസുമായി ബന്ധപ്പെട്ട് നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ ഇവിടെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന്, അതിനപ്പുറത്തേക്ക് രാസലഹരിയിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു നിര ഈ പല മേഖലകളിലും പോലീസ് സ്റ്റേഷനിൽ കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതെന്തുകൊണ്ട് സംഭവിക്കുന്നു നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ കഴിവുകളെ, പ്രത്യേകിച്ചും കായികമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഈ മേഖലയിൽ നിന്ന് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്നോ MLAയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരെല്ലാം വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ കായിക ശേഷി പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. ദേശീയ നിലവാരത്തിലുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകളടക്കം നിർമ്മിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾ മുൻനിരയിലുണ്ടാകും എന്നുള്ളതാണ്. UDF കാട്ടാക്കടയിൽ നടത്താൻ പോകുന്ന മാറ്റങ്ങൾ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ദാരിദ്ര്യമുക്ത കേരളം അല്ലെങ്കിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്നുള്ള വിഷയമൊക്കെ ഈ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ കാട്ടാക്കടയിൽ ഇന്ന് ഞങ്ങളിതാ തെരുവിലൂടെ കടന്നു വരുമ്പോൾ ഓരോ സ്ഥലത്തിരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കളായാലും സഹപ്രവർത്തകർ അവരുടെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വോട്ട് ചോദിക്കുന്ന അത് കഴിയുമ്പോൾ മക്കളെ എനിക്ക് വീടില്ല, ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മുടെ ചങ്കിലൂടെയാണ് അത് കയറിപ്പോകുന്നത്. അത്തരത്തിലുള്ള ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ധീരമായിട്ടുള്ള നടപടികളെടുക്കും. ഇന്ന് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റൊക്കെ ഉണ്ട്. ആ ക്യാൻസർ അവർ പറയുന്നത് മക്കളെ ഒരു പൈസയില്ല, ഇപ്പോൾ ഞങ്ങൾ കാശ് കൊടുത്താൽ എന്ത് പറയും, നമുക്ക് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്താൽ എന്ത് പറയും, ഞങ്ങൾ കാശ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ആ ഭാഗം നിൽക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ എങ്ങനെയാണോ ഈ ദാരിദ്ര്യമുള്ളവർ പാവപ്പെട്ടവനെ സഹായിച്ചിരുന്ന ആ രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങൾ നേരിട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കരുത്തരാണ്, ത്രികോണ പോരാട്ടം എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും ഞങ്ങൾ ആ കാര്യം തർക്കമില്ല. കരുത്തരായ സ്ഥാനാർത്ഥികളോട് പ്രമുഖരായ സ്ഥാനാർത്ഥികളോടാണ് മത്സരിക്കുന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. പക്ഷേ ഞങ്ങൾ മത്സരിക്കുന്ന ഈ കരുത്തരോടല്ല. പ്രത്യേകിച്ചും കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ വരുന്ന 95% വരുന്ന സാധാരണക്കാരുടെ, പാവപ്പെട്ടവൻ്റെ, ദുരിതം അനുഭവിക്കുന്നവൻ്റെ പ്രതിനിധിയായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും. 2011 കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് LDFന്റെ പ്രതിനിധി ഇവിടെ ജയിക്കുന്നത്. പക്ഷേ 2016 ആയപ്പോൾ അത് വലിയ ഭൂരിപക്ഷത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ആകമാനം മാറിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ സ്ഥിതിയിൽ ഇന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കൂ. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷം ജയിച്ചു എന്ന് പറഞ്ഞ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷം എവിടെ പോയി? നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ത്രികോണ മത്സരമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സ്ഥിതി നമ്മൾ പരിശോധിക്കണം. 23,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്ന ആ വോട്ടെല്ലാം BJPക്ക് മറിച്ചു കൊടുത്തിട്ട് വന്ന് ന്യായം പറയാൻ വന്നാൽ അതൊരു ന്യായമാണോ എന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ ജനങ്ങളെല്ലാം ആ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. മറിച്ചു കൊടുപ്പൊന്നും ഇവിടെ നടക്കത്തില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസും ജയിക്കണം. ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വരണം. ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഈ പോകുന്ന മേഖലകളെല്ലാം പറയുന്ന UDF പറയുന്ന പ്രകടന പത്രികയിൽ പറയുന്ന കർമ്മ പദ്ധതികളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ട് അത്തരം വിഷയങ്ങളെ പറയുന്നത്. പക്ഷേ സ്ത്രീകൾക്കുള്ള ആനുകൂല്യം, പ്രത്യേകിച്ചും സൗജന്യം ബസ് യാത്ര അടക്കമുള്ള കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ UDF പറഞ്ഞിട്ടുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കാനുള്ള ഒരു വലിയ ആവേശം ജനങ്ങളുടെ മനസ്സിലുണ്ട്.
അത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം ജനങ്ങളുടെ മനസ്സിൽ അത് നടപ്പിലാക്കണമെങ്കിൽ യു ഡി എഫ് പ്രതിനിധി ഇവിടെ നിന്ന് ജയിക്കണം. യു.ഡി.എഫിൻ്റെ സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് യു.ഡി.എഫ് തന്നെ ഇവിടെ ജയിക്കുമെന്നുള്ളതാണ്. ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. എത്ര ഭൂരിപക്ഷം എന്നുള്ളൊരു ഒരു അസംഷൻ ഉണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം 18 വയസ്സായി നമ്മുടെ ഏജ് ലിമിറ്റ് ചെയ്ത വോട്ടവകാശം. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഒരു വോട്ടേ ഉള്ളൂ. അപ്പോൾ ആ മുഴുവൻ വോട്ടുകളും ഒരു പ്രവചനത്തിനൊന്നും ഞാനില്ല, പക്ഷേ എല്ലാവരുടെ കയ്യിൽ ഒരു വോട്ടേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യം നമ്മൾ മനസ്സിലായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ഈ വിളപ്പിശാല അടക്കമുള്ള പ്രദേശങ്ങളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഞങ്ങളുടെ ഒരു പ്രചരണത്തിന് വേണ്ടി വച്ചിരുന്ന ബോർഡുകൾ, ഒരു കൂറ്റൻ ബോർഡ് ഇത് കണ്ടില്ല. ഇതിപ്പോൾ INTUC ഇവിടുത്തെ ഇവർ പാവങ്ങളെല്ലാം കൂടെ കഷ്ടപ്പെട്ട് ഈ ചുവന്ന ഉടുപ്പിട്ട് ഈ ഒരു വെയിലത്ത് പണിയെടുക്കുന്നവരാണ്. ഇവർ കാശിട്ട് വെച്ച ഒരു ബോർഡാണ്. ഇപ്പോൾ ഞങ്ങളൊന്നും കാശ് കൊടുത്തില്ല, നമ്മൾ പ്രതിപക്ഷത്തുണ്ട്, നമ്മളെ അങ്ങനെ കാശില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും അങ്ങനെ വാരിച്ചിലവാക്കാനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിൽ പരിമിതമായിട്ടുള്ള സാമ്പത്തിക സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനേക്കാളും വലിയൊരു ബോർഡ് എവിടെ വെച്ചിരുന്നു? ചൊവ്വള്ളൂർ വെച്ചിരുന്നു. ആ ബോർഡെല്ലാം CPM-ൻ്റെ പ്രവർത്തകർ വന്നാൽ കുത്തി കീറിയിട്ട് പോവുക. അവർ നെടുങ്കുഴി ആയിക്കോ, ഞങ്ങൾ അതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒന്നും പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഒന്ന് സ്ഥാനാർത്ഥി അതിനെതിരെ പ്രതികരിക്കില്ല, സമാധാന പ്രിയനാണ് എന്നൊരു തോന്നലായിരിക്കും. പക്ഷേ വിരളി പൂണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഞങ്ങൾ തോക്കുമെന്നുള്ള ഭയമുള്ളുമ്പോൾ എങ്ങനെ ആക്രമിക്കാം എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഒരു ആഡിയോ ക്ലിപ്പിംഗ്സ് ഇവിടെ പ്രചരിക്കുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ പേരും കൂടെ ചേർത്തുകൊണ്ട് വർഗീയത ഇളക്കിവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അത് ഇടതുപക്ഷ ഭാഗത്തു നിന്നാണോ BJP ഭാഗത്തു നിന്നാണോ ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വർഗീയമായി നമ്മൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ വർഗീയമായി ചിത്രീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം ഇവിടുത്തെ നാട്ടുകാർക്കറിയാം. ഞാൻ ഈ വിളപ്പിശാല എന്ന് പറയുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരിടമാണ്. ഇവിടെ വിളപ്പിശാല ചവർ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടുന്നതുമായിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് 5 ദിവസം നിരാഹാര സമരം അനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഭാഗ്യം ലഭിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ നിരാഹാരം കിടന്നത് കൊണ്ടല്ല ചവർ ഫാക്ടറി അടച്ചുപൂട്ടി, എനിക്കും അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ സന്തോഷം. ഞാൻ ആ സമയത്ത് ഇവിടുത്തെ ജനപ്രതിനിധിയായ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ആ സമയത്ത് അത്തരത്തിലൊരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമുള്ളവരിടാണ്. ഇന്ന് ഞങ്ങൾ കടന്നുപോയ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടാണ് വന്നത്. അവിടെയൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അവിടുത്തെ അമ്മമാരെയും സഹോദരിമാരെയും നമ്മൾ വർഗീയത പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ ആൾക്കാർക്ക് തിരിച്ചറിയാത്തതുകൊണ്ട് എല്ലാവർക്കും എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് എന്നെ സൈഡ് ലൈൻ ചെയ്യണം, അതാണ് ടാർഗറ്റ്. അപ്പോൾ ഇന്നയാളൊരു ജാതിയുടെയും ഒരു മതത്തിൻ്റെ ആളെന്ന് പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യാനുള്ള ഇവിടുത്തെ CPM-കാരൻ്റെ BJP-യുടെ ശ്രമമൊന്നും ഇവിടെ വിലപ്പോവില്ല. ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. വർഗീയതയ്ക്കെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ നമ്മൾ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ പാതയിൽ കൂടെയാണ്. MR ബൈജു വിജയിക്കുമെന്നുള്ള പേടിയാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ആയിരിക്കും. MR ബൈജു എന്നുള്ളതല്ല, കോൺഗ്രസ് വിജയിക്കും അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി. MR ബൈജു എന്നുള്ള പേരിന് എന്ത് പ്രസക്തി? ഇവിടെ കോൺഗ്രസ് ഭരണസമിതി ആലോചിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഭരണം നടത്തുമ്പോൾ ജനങ്ങൾ മുഴുവൻ അതൃപ്തരല്ല. അത് ഞാനായിട്ട് പറയുന്നില്ല, മുഴുവൻ എല്ലാ ഭാഗത്തും അതൃപ്തരല്ലേ. ശബരിമല വിഷയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ബഹുമാനപ്പെട്ട അന്തരിച്ച നമ്മുടെ ആത്മീയ നേതാവ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറുമായി ആ സമരപന്തലിൽ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ഇതുണ്ടല്ലോ അവിടുത്തെ ശബരിമലയിൽ ഒരുപാട് നിരോധനാജ്ഞ ലംഘിക്കുന്നതിന് വേണ്ടിയുള്ള സമരം നടത്താൻ പോയ ഒരാളാണ് ഞാൻ. ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലാകമാനം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ജാതിയില്ല, മതമില്ല, എല്ലാവരും ഏത് ജാതിയായാലും ഏത് മതമായാലും എല്ലാവരും എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. ആ കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് വർഗീയത പ്രചരിപ്പിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും BJP-കാരനും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല. ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ എല്ലാം പറഞ്ഞത് ഒരു സ്പ്ലെൻഡർ ബൈക്കിൽ പോകുന്ന ബൈജുവേട്ടനെയാണ് പറഞ്ഞത്. എനിക്കൊന്ന് പല ഫ്ലെക്സ് ബോർഡിലും ഇങ്ങനെ ആ സ്പ്ലെൻഡർ ബൈക്കും ഒക്കെ കാണാനുണ്ട്. അങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് അതിനകത്തൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ എനിക്കൊരു കാറിൽ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ ഇഷ്ടം പോലെ ഒരു കാറുണ്ട്, മറ്റ് സംവിധാനം നമുക്ക് വേണമെങ്കിൽ ആകാം. അപ്പോൾ പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു വീട്ടിൽ ഒരു ബൈക്കെങ്കിലും ഉണ്ട്. കാറുള്ള എത്ര വീടുണ്ട്? അപ്പോൾ സാധാരണക്കാരുടെ വാഹനം ഇരുചക്ര വാഹനം ബൈക്കാണ്. അത്തരത്തിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കടന്നു പോകുമ്പോൾ ഇടവഴിയിലൂടെ പോകുമ്പോൾ എല്ലാവരും വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജനപ്രതിനിധി ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അയാളോട് ഒന്ന് സംസാരിച്ചാൽ അവർക്കൊരു മനസ്സിനൊരു ആശ്വാസം കിട്ടും. അവർക്ക് മുഴുവൻ പ്രശ്നങ്ങൾ അവർ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ അവർക്കൊരു ആശ്വാസം കിട്ടാൻ എൻ്റെ സാന്നിധ്യം ഉപകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതെനിക്കൊരു വലിയ സന്തോഷം തരുന്ന ഒരു സംഗതിയാണ്. സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് തീർച്ചയായും അതിനപ്പുറത്തേക്കൊന്നുമില്ല. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. സാധാരണക്കാരുടെ പ്രതിനിധിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായാണ് താൻ ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് MR ബൈജു പറയുന്നത്. ഒപ്പം തന്നെ വലിയ വിജയപ്രതീക്ഷ കാട്ടാക്കട പോലുള്ള ഒരു മണ്ഡലത്തിൽ ത്രികോണ മത്സര പോരാട്ടം നടക്കുമ്പോൾ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ കൂടിയാണ് UDF ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.